ഞങ്ങൾക്ക് ഭരണങ്ങാനത്തെ ഒരു ഓർഡർ അൽഫോൻസാമയുടെ തീർത്ഥാടന അൽഫോൻസാമയുടെ ഇടവകപ്പള്ളിയിൽ നിന്നായിരുന്നു ഭരണങ്ങാനത്ത് നിന്ന് 1000. അപ്പം ഞങ്ങൾ കുറച്ച് കടകളിലൊക്കെ കൊടുക്കാൻ തുടങ്ങി, പലയിൽ സന്ധ്യയിൽ അങ്ങനെയൊക്കെ അങ്ങ് പല കടകളിൽ കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ അവിടുന്ന് ഒരു 1000 കിലോയുടെ ഓർഡർ ചോദിച്ചു. അപ്പോൾ 1000 കിലോ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി. ആദ്യം നമുക്ക് ഞാൻ പറഞ്ഞില്ലേ 4 സ്റ്റാഫ് 2 പേര് എക്സ്ട്രാ അങ്ങനെ. അപ്പോൾ ഞാൻ അജിയോടും പറഞ്ഞപ്പം നമുക്ക് എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് മുറ്റത്തൊരു പന്തലൊക്കെ ഇട്ടിട്ട് പിന്നെ നമുക്കില്ല ഇതിങ്ങനെ വളരുമെന്ന് നമുക്കൊന്നും ഒരു മനസ്സിൽ പോലും തോന്നില്ലായിരുന്നു. അന്നേരം ഞങ്ങൾ പിന്നെ കുറച്ച് പേരും കൂടെ പെട്ടെന്ന് പഠിപ്പിച്ചു. പിന്നെ അതിന് വേണ്ട പാത്രങ്ങളെല്ലാം വാടകയ്ക്കൊക്കെ എടുത്ത് ഞങ്ങൾ അന്നേരം മുകളിലത്തെ തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്ന് ഒരു 200 കിലോയും കൂടെ ചോദിച്ചു. അങ്ങനെ ഈ 1200 കിലോയും അല്ലാതെ നമുക്ക് നോർമൽ കടകളിൽ കൊടുക്കാനുള്ള എല്ലാം കൂടെ ഒരു 10 ദിവസം കൊണ്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ഉണ്ടാക്കിയെടുത്തു. ഇതിനൊരു പ്രത്യേക എനിക്ക് തോന്നുന്നു, ഇത്രയും അധികം ആൾക്കാരിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു രുചി അല്ലെങ്കിൽ അതിൻ്റെ ഒരു വ്യത്യസ്തത ബാക്കിയുള്ള അപ്പം പോലെ അല്ലല്ലോ. ജാസ്മിൻ ചേച്ചി ഉണ്ടാക്കുന്ന ആരും സഹതാപ കണ്ണിലും അല്ല, അത് കഴിച്ചു നോക്കിയ ഇഷ്ടത്തോടെയാണല്ലോ അത് വാങ്ങുന്നത്. അതിനെന്തെങ്കിലും സീക്രട്ട് ഉണ്ടോ? ഉണ്ടല്ലേ? പാല് ചേർക്കും, കണ്ടിട്ടുണ്ടോ? പഴം ചേർക്കും, പഴമില്ല പറഞ്ഞു. അടുത്തത് പാല്, പഞ്ചസാര ഒക്കെ അല്ലേ? പഞ്ചസാര ഉണ്ട്. ഓക്കെ, അപ്പൊ കിട്ടി സീക്രട്ട് എല്ലാം കിട്ടി. തേങ്ങയുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണോ? എത്ര എണ്ണം കഴിക്കും ഒരു ദിവസം? ചിലപ്പോ കഴിക്കും, കഴിച്ചാൽ കൂടുതൽ എണ്ണം കഴിക്കും. കഴിച്ചു പോയാൽ കണ്ടോളാണ് കുറച്ചധികം കഴിക്കും. പിന്നെ പുള്ളിക്ക് പഴം കൊട്ടി കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം പഴം ഉണ്ടെങ്കിൽ പഴം നീക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മള് 1200 പ്ലസ് നമ്മള് നോർമലി കൊടുക്കുന്നതെല്ലാം കൊണ്ട് ഉണ്ടാക്കി. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഒരു വഴിത്തിരിവായിരുന്നു ശരിക്കും. അത് നല്ല കഷ്ടപ്പെട്ട നമ്മൾ ഉണ്ടാക്കിയത്. കാരണം അന്ന് വലിയ മിഷനറീസ് ഒന്നുമില്ല. നമ്മൾ എല്ലാം കൈകൊണ്ട് വലിയ ചെറുപ്പത്തിലിട്ട് കുഴയ്ക്കുന്നു, പൊടിയെല്ലാം മിക്സ് ചെയ്യുന്നു, പുറത്ത് കൊണ്ടുപോയി മല്ലിപ്പൊടി അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ ആ തിരുനാളിന് കൊടുത്തു 2 പള്ളികളിലോട്ടും. പിന്നെ നോർമൽ അല്ലാതെ തന്നെ സാധാരണ രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പിന്നെ 2011 സ്ഥിരമായിട്ട് അങ്ങോട്ടുള്ള ഭരണങ്ങാനത്ത് തീർത്ഥാടന കേന്ദ്രത്തിലോട്ടുള്ള ഞങ്ങൾക്ക് ഓർഡർ കിട്ടി. അന്നേരം ഞങ്ങൾ വീടിനോട് ചേർന്ന് തന്നെ ഒരു യൂണിറ്റ് ഒക്കെ ഉണ്ടാക്കി. അപ്പം അതിനിടയിൽ എൻ്റെ കണ്ണിൻ്റെ കാഴ്ച 2008 കുറയാൻ തുടങ്ങിയെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അങ്ങനെ കുറഞ്ഞ് വന്നു, സൈഡ് വ്യൂ കുറഞ്ഞ് വന്നു. പിന്നെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഇത് കുറഞ്ഞു വന്നു. അപ്പോഴത്തേക്കും ഞാൻ അത്യാവശ്യം എൻ്റെ അടുക്കള ചെയ്യാനുള്ള പണികളെല്ലാം ഞാൻ പഠിച്ചെടുത്തു. കണ്ണടച്ച് പിടിച്ച് ഞാൻ അത്യാവശ്യം എല്ലാ തന്നെ ചില കാര്യങ്ങൾ ഒഴികെ